സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മറയാക്കി അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സജീവം. വിവിധ സംഘടനകളുടെ ബാനറിൽ സംഘടിപ്പിക്കുന്ന കൂട്ടായ്മകൾക്ക് അർബൻ മാവോയിസ്റ്റ് നേതാക്കൾ എത്തുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെന്ന ലേബലിലാണ്. UAPA കേസ് പ്രതികളായ സിദ്ദിഖ് കാപ്പന്റെയും റിജാസ് എം സിദ്ദിഖിന്റെയും നീക്കങ്ങൾ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിലായിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മറയാക്കി അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സജീവമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. UAPA കേസ് പ്രതി അടക്കം എത്തിയ ആ കൂട്ടായ്മയിൽ നിരവധി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും എത്തിയിരുന്നു. ആശയങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിലപാട് എന്താണ് എന്നുള്ളത് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർക്ക് കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ടാണ് അവർ ഇപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്നുള്ള ലേബലിൽ ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? രോഹിണി, അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലായി വീണ്ടും കൂടുതൽ ശക്തിപ്പെടുകയാണ്. ഒരു ഇടക്കാലത്ത് കൃത്യമായി തന്നെ ഇത്തരം അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ ഏതാണ്ട് കുറെയെല്ലാം ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മാവോയിസ്റ്റുകൾക്കെതിരെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ പല ഭാഗങ്ങളിലായിരുന്നു. വയനാടൻ മേഖലകളിലടക്കം നടക്കുകയും എല്ലാം ചെയ്യുകയും പലരെയും അന്വേഷണ സംഘങ്ങൾ നിരീക്ഷണത്തിലാക്കുകയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം അന്വേഷണങ്ങൾ ശക്തമാക്കിയ ഘട്ടത്തിലായിരുന്നു ഇവരൊന്ന് പിൻവലിഞ്ഞിരുന്നത്. എന്നാൽ വീണ്ടും ഈ അർബൻ മാവോയിസ്റ്റുകൾ സജീവമാകുന്നു. ഈ സജീവമാകുന്നു എന്ന് മാത്രമല്ല, മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരെന്ന ലേബലിലാണ് ഇത്തരത്തിൽ ആളുകൾ ഇതിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ നേതാക്കളെ പുറമേക്ക് അവർ അവതരിപ്പിക്കുന്നത് മാധ്യമ പ്രവർത്തകരെന്നും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ്. ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരായി അവതരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ ഇവർക്ക് ഈ ഭീകരവാദികൾക്ക് അവരുടെ തന്നെ അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ അവസരം നൽകുകയാണ്. അങ്ങനെയാണ് സിദ്ദിഖ് കാപ്പനും റിജാസും എല്ലാം ഇതിൻ്റെ നേതൃനിരയിലേക്ക് എത്തുന്നത്. റിജാസിനെയാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ കാപ്പനെ മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വിളിക്കുകയെല്ലാം ചെയ്യുന്നത്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം തിരിച്ചടിച്ച ഘട്ടത്തിൽ അതിനെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റിട്ട ആളാണ് റിജാസ്. ആ റിജാസ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് എന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള നോട്ടീസുകൾ അടിച്ചിറക്കി വലിയ തോതിൽ പ്രചാരണം നടത്തുകയാണ്. കൃത്യമായി തന്നെ അതുപോലെ തന്നെയാണ് സിദ്ദിഖ് കാപ്പനെ സംബന്ധിച്ചും. സിദ്ദിഖ് കാപ്പൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികളിൽ കാപ്പനെ പങ്കെടുപ്പിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത് ഐക്യദാർഢ്യ സദസ്സുകളെന്നും ഐക്യദാർഢ്യ കൂട്ടായ്മകളെന്നും ജയിലിൽ കിടക്കുന്ന അന്യായമായി നിരവധി ആളുകൾ ജയിലിൽ കിടക്കുന്നുവെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെയും രാജ്യത്തെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് അർബൻ മാവോയിസ്റ്റുകൾ നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വഞ്ചി സ്ക്വയറിൽ നടന്ന കൂട്ടായ്മ. അവിടെയും അർബൻ മാവോയിസ്റ്റുകൾ പല ആളുകളെയും പ്രസംഗിക്കാൻ എത്തിച്ചത്, കാപ്പനെ അടക്കം എത്തിച്ചത് മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ തന്നെയായിരുന്നു. അതിലൂടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകന്റെ അനുകൂല സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും അർബൻ മാവോയിസ്റ്റ് ആശയ പ്രചരണങ്ങൾ ഇവർ നടത്തുകയും ചെയ്യുന്നത്. രോഹിണി, ശരി. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.